ഹായ്, നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മുടെ പല രഹസ്യങ്ങളും നമ്മുടെ ഡാറ്റകളെല്ലാം ചോർത്തി കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതും കൂടി നമ്മുടെ ഡാറ്റകൾ ചോർത്തിയാലോ? അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ്, എവിടെ പോയിട്ടാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും പിന്നെ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ ആപ്ലിക്കേഷൻസ് പോലും നമ്മുടെ രഹസ്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് നമുക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഗിയർ ഐക്കൺ കാണുന്നില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ആ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ആപ്പ് മാനേജ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 187 ആപ്ലിക്കേഷൻസ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക നിങ്ങളുടെ ഫോണിൽ എത്രത്തോളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്നുള്ളത് ഇത് മുഴുവൻ നിങ്ങളുടെ ഫോണിലൂടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നുണ്ട്. അതിനുള്ള സമ്മതം നിങ്ങൾ തന്നെയാണ് കൊടുത്തത്. അത് ഞാൻ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും അവസാനം കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ഞെട്ടി പോകുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കിയ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നുണ്ടെങ്കിലോ അതെവിടെയാണ് കാണുക? അത് നമ്മൾ പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ ഏറ്റവും മുകളിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ഐക്കണിലാണ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ നമുക്ക് ഇപ്പം ഇതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്താണ് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് പറയുന്ന ഓപ്ഷനിലേക്ക് അത് മാറിയിട്ടുണ്ട്. നമ്മൾ നോക്കി നോക്കാം എവിടെയാണ് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ളത്. ഏറ്റവും മുകളിലാണ് കാണിക്കുന്നത് അല്ലെ, മൈ ആപ്സ് ആൻഡ് ഗെയിംസ്. ആ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. മൈ ആപ്സ് ആൻഡ് ഗെയിംസ് ഞാൻ എടുത്തു. ഇവിടെ നമുക്ക് ഓവർവ്യൂ അതുപോലെ തന്നെ മാനേജ് രണ്ടെണ്ണം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓവർവ്യൂ കാണിക്കുന്നുണ്ട്, മാനേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ മാനേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ദിസ് ഡിവൈസ് പറയുന്ന ഓപ്ഷൻ. അതിന്റെ തൊട്ടടുത്ത് ചെറിയൊരു ഏരോ മാർക്കും കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ദിസ് ഡിവൈസ്, സാംസങ്, ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് കാണിക്കുന്നുണ്ട്. ആ നോട്ട് ഇൻസ്റ്റാൾഡ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ നോട്ട് ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ ആപ്ലിക്കേഷനുകൾ. പക്ഷെ പലപ്പോഴും നമ്മൾ എഐനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഒരിക്കലും നമ്മുടെ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഒരിക്കലും എന്താക്കില്ല, നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ധൈര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ ഇവിടെ നിന്നും കൂടി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സൈഡിൽ കാണുന്ന ചെറിയ ചെക്ക് ബോക്സ് ഇല്ലേ, അവിടെ എല്ലാം ടിക്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അവിടെ നിന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഈ ആപ്ലിക്കേഷനുകൾ പോകും. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ അതൊന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസുകളൊന്നും നമ്മളുടെ രഹസ്യങ്ങൾ എടുക്കില്ല എന്നുള്ള ഉറപ്പിക്കാം. ഇനി രണ്ടാമതായിട്ട് കാണിച്ചു തരുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്താലും മതി. ഞാൻ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആ മെയിൽ ഐ ഡി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ട താഴെയായിട്ട് മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡിന്റെ തൊട്ട താഴെയായിട്ട് മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ആ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് വരിക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഡാറ്റ ആൻഡ് പ്രൈവസി. ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴേക്കാണ് ഈ ഓപ്ഷൻസ് വരുന്നത്. ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. മൈ ആക്ടിവിറ്റി ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും താഴേക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ വരുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതെല്ലാം നമ്മുടെ രഹസ്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല, അതാ തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ് പറയുന്ന ഓപ്ഷൻ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത്, നേരത്തെ എന്താണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഏതെല്ലാം നിങ്ങളുടെ ഡാറ്റകൾ ഇത് അവിടെ കാണിക്കുന്നുണ്ട്. യു ഷെയർഡ് ഡാറ്റ വിത്ത് തേർഡ് പാർട്ടി ആപ്സ്. നിങ്ങൾ തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊള്ളാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നത് പോലെയാണ്. ഇവിടെ എത്ര ആപ്ലിക്കേഷനുകൾ ഉണ്ട്? 7 ആപ്ലിക്കേഷനുകളാണ് നമ്മൾ രഹസ്യങ്ങൾ ചോർത്തുന്നത് നമ്മൾ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന്, അപ്പൊ ഞാൻ ലിങ്ക്ഡ് ഇൻ കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ആപ്ലിക്കേഷന്റെ മേലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയമുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡിലീറ്റ് ഓൾ കണക്ഷൻസ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നതായി സംശയം തോന്നിയാൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഡിലീറ്റ്
ഓൾ കണക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റ ചോർന്നുണ്ടെങ്കിൽ അതും തടയാൻ സാധിക്കും.